ഹായ് ഗൈസ്, ഇച്ചൂസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നിതാ കക്കയാണ് കിട്ടിയിരിക്കുന്നത്. അതൊരു ചെറിയ റോസ്റ്റ് ഉണ്ടാക്കണം. ഇന്നത്തെ വീഡിയോ നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. ഞാൻ നല്ലോണം കഴുകണം. അതിൻ്റെ ഉള്ളിലൊക്കെ ചിലപ്പം ചേറ് മണ്ണൊക്കെ കാണും. നമുക്കിവിടെ ഭാരതപ്പുഴ അടുത്തായതുകൊണ്ട് നല്ലോണം കിട്ടുന്ന ഒരു സാധനം. ഇത് ഞാൻ പക്ഷേ ഇവിടെ വന്നിട്ട് ഫസ്റ്റായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഈ തൊണ്ടോട് കൂടിയിട്ടുള്ള നല്ല അത്യാവശ്യം വലിപ്പമുണ്ടായിരുന്നു കക്കയൊക്കെ. പക്ഷെ ഉള്ളിൽ അത്രക്കില്ല, എന്നാലും ഒരു മീഡിയം വലിപ്പത്തിൽ തീ കത്തിച്ച് പുഴുങ്ങാൻ വെക്കണം. ഫസ്റ്റ് ഉപ്പിട്ടിട്ട്, എന്നാലും അതിൻ്റെ ഉള്ളിലേ തുറന്നു വരുള്ളൂ. അതിൻ്റെ ഉള്ളിലെ ഇറച്ചി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 2 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട് ഞാനതിൽ. പുഴുങ്ങിയെല്ലാം വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ തിളച്ച് പോയി. ഇതെല്ലാം നല്ലതായിട്ട് തുറന്ന് വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് ഞാനത് കാണിക്കാൻ വിചാരിച്ചത്. ഇപ്പോൾ എല്ലാം തുറന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൂടെ ആ കക്കയുടെ ഇറച്ചിയാണത്. അത്യാവശ്യം വലിപ്പമുണ്ട്, കുഴപ്പമില്ലായിരുന്നു. അത് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഞാനത്. ഫസ്റ്റ് ആ തൊണ്ട് മാറ്റിയിട്ട് എടുക്കാൻ നോർത്തു. എന്നിട്ട് അതിൻ്റെ ഉള്ളിലെ അഴുക്കൊക്കെ കളയണം ഗൈസ്. അതൊക്കെ ക്ലീൻ ചെയ്തു. ഇങ്ങനെ ചട്ടി വെച്ചിട്ട് അത് കുക്ക് ചെയ്യാൻ പോവാണ്. എണ്ണ ഒഴിച്ചു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തത് ഫസ്റ്റായിട്ട്. അതിൽ കുറച്ച് പെരുംജീരകം, കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട് ഞാൻ അരയ്ക്കും. നല്ലോണം പച്ചമണമൊക്കെ മാറി കുറച്ചൊരു റോസ്റ്റായ പോലത്തെ പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത്. അതിലോട്ട് ഞാൻ സവാള ഇടാൻ പോവാണ്. 2 സവാള എടുത്തിട്ടുണ്ട്. അത് നല്ലോണം കുറച്ചൊരു ബ്രൗണിഷ് കളറാകുന്ന രീതിക്കൊന്ന് എടുത്തിട്ടുണ്ട്. മല്ലിയില, കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് ഇതായി ഒരു കളറായി. ഈ പൊടികളൊക്കെ ഇടുകയാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല എല്ലാം കൂടിയിട്ടിട്ട് നല്ലോണം പച്ചമണം മാറി കഴിയുമ്പോൾ തക്കാളി ഒരെണ്ണം ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തു. തക്കാളി എല്ലാം വെന്ത് ഉടഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനത് വേവിക്കുകയായിരുന്നു ചെയ്തത്. അതിൽ ഞാൻ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മീറ്റ് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. അതൊന്നും കാണിക്കാൻ പറ്റിയില്ല എനിക്ക്. എല്ലാം നല്ലോണം ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്നുകൂടി വേവിക്കുക ചെയ്തത്.
എന്നിട്ട് അതൊന്ന് മിക്സാക്കി എടുത്തു. നല്ല വേവുണ്ടത്. ആരെങ്കിലും ചെയ്യുവാണെങ്കിൽ കുക്കറിനകത്തൊന്ന് വിസിലടുപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതായി കിട്ടും. അതുകൊണ്ട് എനിക്ക് ഇത് ഫസ്റ്റ് ടൈം വെക്കുന്നതുകൊണ്ട് അറിയാത്തതുകൊണ്ട് കുറേ ടൈം എടുക്കേണ്ടി വന്നു ഇതൊന്ന് റെഡിയാകാൻ. ഒരു 1.5 മണിക്കൂറൊക്കെ എടുത്തു. സിമ്മിലാക്കി ഞാൻ വേവിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആരെങ്കിലും ഇത് ഫസ്റ്റ് ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കുക്കറിനകത്തിട്ട് വേവിച്ചിട്ട് ഇതാക്കുക. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നല്ല റോസ്റ്റായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടിപൊളി സാധനമാണ്. ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.